നമസ്കാരം. ഞാൻ എൻ്റെ ഒരു നേഴ്സറിയിലെ ജാതിയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ എൻ്റെ നേഴ്സറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് വാത്തിക്കുടി പഞ്ചായത്താണ്. കേരള സ്റ്റേറ്റിലെ വാത്തിക്കുടി പഞ്ചായത്ത്, ഇടുക്കി ജില്ല, വാത്തിക്കുടി വില്ലേജ്, മേലച്ചിന്നാർ എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ ലൊക്കേഷൻ്റെ പരിധി പറയുവാണെങ്കിൽ കട്ടപ്പന 20 കിലോമീറ്റർ, നെടുങ്കണ്ടം 12 കിലോമീറ്റർ, അടിമാലി 30 കിലോമീറ്റർ, ചെറുതോണി 35 കിലോമീറ്റർ. ഇതിനിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന മേലച്ചിന്നാരിലാണ് ഞാൻ താമസിക്കുന്നതും എൻ്റെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നതും. എൻ്റെ നേഴ്സറി ധാരാളം ജാതിയുണ്ട്. ചിരിപുറത്ത് ജാതി, കിണറ്റുകര ജാതി ആദ്യമായ ജാതികളാണ് ഞാൻ കൂടുതൽ വിൽക്കുന്നത്. അതിനകത്ത് ഈ നിൽക്കുന്ന സൈസ് ജാതിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് കിണറ്റുകര ജാതിയാണ്. തൂക്കം ഇത് വന്ന് 80 കാ വന്ന് 1 കിലോ വരും. പത്രി ഒരു 300 കായയുടെ പത്രി ഉണ്ടെങ്കിൽ 1 കിലോ പത്രി വരും. അതുപോലെ തന്നെ ഇത് അൺസീസണിൽ കായ്ക്കും. എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളവും വളവും ധാരാളം കൊടുക്കുകയാണെങ്കിൽ സാധാ സമയം കുറേശ്ശെ കായ്ച്ചുകൊണ്ടിരിക്കും. മെയിൻ സീസൺ ഇതാണെങ്കിലും ഈ ഇടവിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. തണ്ണി വേണം. തണ്ണി കൊടുത്താൽ നല്ല വരും. വെള്ളം കൊടുക്കണം. ഈ ഇരിക്കുന്നതെല്ലാം കാട്ടിയാതി എന്ന് പറയും. കാട്ടിയാതി ഇത് പറഞ്ഞാൽ ഇതിൽ ജാതി ബഡ് ചെയ്യുന്ന തെയ്യ്. ഇത് നാടൻ ജാതി ബഡ് ചെയ്താൽ ബഡ് പിടിക്കും. അതുപോലെ തന്നെ ഇതിന് പത്രിക്കൊരു ഇതിൻ്റെ കാട്ടിയാതിയുടെ പത്രി 600-700 ഒക്കെ വിലയുണ്ട് കിലോയ്ക്ക്. പക്ഷേ ഇതിൻ്റെ കായ്ക്ക് നേഴ്സറിക്കാരായിരുന്നു മടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വിലയില്ല. അങ്ങനെയാണ് ഈ നിൽക്കുന്നതാണ് ഇത് കാട്ടിയാതിയാണ്. ഞാൻ എൻ്റെ ജാതിത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ജാതിത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതായത് ഈ തൈക്ക് 2 വർഷത്തിനുള്ളിൽ കായ് കാണും. ഈ 2 തൈയും 2 വർഷത്തിനുള്ളിൽ കായ് കാണും. ഈ തൈ ഒരു 3 വർഷം വേണ്ടി വരും. ഇതൊക്കെ ഒരു 80 കാ 1 കിലോ വെയിറ്റ് വരും. 80 കായ്ക്ക് 1 കിലോ വെയിറ്റ് വരും. അതേസമയം ഒരു 300 കായുടെ പത്രി ഉണ്ടെങ്കിൽ ഏകദേശം 1 കിലോ പത്രി കിട്ടും. വെള്ള സൗകര്യം ഉള്ളതാണ് നല്ലത്. ജാതി കൃഷിക്ക് എപ്പോഴും വെള്ളം വേണം. ഒരു നേരിയ തണലുള്ളതും കുഴപ്പമില്ല. ഗ്രാഫ്റ്റിംഗാ ബഡ്ഡിംഗാ? ഇത് ബഡ്ഡിങ്ങാണ്.